ഹായ്, പുതിയ വിനും വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ആൻഡ്രോസ് നിങ്ങൾക്കായിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. ഇല്ല ആൻഡ്രോസ്? ഏതാണ് ആ പാട്ട്? പാടിക്കോളൂ. Here is my hand, here is my spout. When I am boiled, hear me shout. Pick me up and pour me out. കഴിഞ്ഞാ? രണ്ടാമതുണ്ട്. പറഞ്ഞോളൂ. Ixy bixy spider, climb the water spout. Down can a arena, water spider out. How can a sun and dry the polar rain? The ixy bixy spider, climb a spot again. നീയാണല്ലേ ആളല്ലേ? കർട്ടൻ കളിച്ചിട്ട് കർട്ടൻ പൊട്ടിച്ചു ഗൈസ്. ആൻഡ്രോസിന്റെ പാട്ട് കഴിഞ്ഞിരിക്കുന്നു. നാളെ പാടാൻ ഒരുമിച്ച് ആക്കണ്ട. അർണോസ് എവിടെ വരുമോ? അത് നമ്മള് നാളെ പാടുന്നതാണ്. നാളെ പാടാം പ്ലീസ്. നാളെ നാളെ പാടാൻ പൊന്നോ. അമ്മ അതാ ചായയുമായി വരുന്നു. മന്ദം മന്ദം. നല്ല തൊരത്തുണ്ട്, നായന് പട്ടിക്കൂടുണ്ട്, ആനക്കുട്ടന് കാലുണ്ട്, മീനിന് പാർക്കാൻ ജലമുണ്ട്, കുട്ടന് ലോരപ്പുഴയുണ്ട്, ചെല്ലന് കയ്യിൽ വീടുണ്ട്, അമ്പാടിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, അമ്പോ വലിയൊരു ഫ്ലാറ്റ് ഉണ്ട്. കൈയടിക്കടാ. കൺഗ്രാജുലേഷൻ. അറിയില്ലോ. ഓ മൈ ഗോഡ്. അത് കാരണമാണ് പെൻസില് ഇവിടെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, ആൻഡ്രോസിന് ചായ കുടിക്കാൻ പോവാണ് ഗായ്സ്. ചായ തട്ടിക്കളയാതെ കുടിക്കൂ ഗായ്സ്. ഇന്നലത്തെ പപ്സ് ഉണ്ട് ഗായ്സ്. ഇന്നലത്തെ പപ്സ് അമ്മ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇന്നലത്തെ പപ്സ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗായ്സ്. രണ്ടിനും രണ്ട് ടേസ്റ്റ് ആയിരുന്നു ഗായ്സ്. അമ്മ പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും അമ്മ പറഞ്ഞിട്ട് പണിയെടുക്കണം. എന്താ കണ്ട അമ്മയുടെ പിന്നില് അമ്മ ഊട്ടിയിലെത്തിയ പോലെയാണ് ഗായ്സ്. നോക്കൂ, അടുപ്പിൽ നിന്ന് പറയുകയാണെങ്കിൽ കോടമഞ്ഞ് പോലെയില്ലേ ഗായ്സ്. ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കോടമഞ്ഞ് കൊടുത്തിരിക്കുന്നു ഗായ്സ്. അർണോസ് പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ കാറിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ് ഗായ്സ്. അമ്മ ചമച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അമ്മയുടെ പപ്സ് കഴിഞ്ഞിട്ടില്ല ഗായ്സ്. ഇന്നും അത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചു, ഇന്ന് ചൂടാക്കി കഴിക്കുന്നു ഗായ്സ്. ആൻഡ്രോസ് പപ്സ് ഒഴിവാക്കിയിട്ട് ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അർണോസ് ഇന്ന് മുതൽ ഡിക്ഷണറി ഉപയോഗിക്കാൻ പഠിച്ചിരിക്കുകയാണ് ഗായ്സ്. ഡിക്ഷണറിയുടെ ഉപയോഗം അർണോസ് തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. ഇനി അവന് സ്വന്തമായി വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കാം. അല്ല അർണോസ്? വേണ്ട, അമ്മയുടെ പപ്സ് ആർക്കും വേണ്ട. വേണ്ട, അമ്മയുടെ പപ്സ് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിന്ന് ചോറില്ല. അമ്മയുടെ നിൽപ്പ് കണ്ടോ ഗായ്സ്? നമ്മൾ ആനവാദനയായ നിൽപ്പ് കണ്ടോ? അമ്മയുടെ വിചാരം ഇന്നലെ തന്നെ എല്ലാ പപ്സും കഴിയുന്നത്. ഇന്നും കൂടി ആയിട്ട് പോലും കഴിയുന്നില്ല ഗായ്സ്. ആൻഡ്രോസ് ഇന്നലെ രണ്ടെണ്ണം കഴിച്ചുട്ടാ. പെട്ടെന്ന് പെടാ. ഇന്ന് പപ്പ എല്ലാ പപ്സും കഴിക്കും. പപ്പയ്ക്ക് കൊതിയായിട്ട് ആ തട്ടികളെന്നാടോ വയ്ക്കേ. പട കൊതി മാറ്റി പോരാട്ടെ വേഗം കഴിച്ചു വന്നു. ആറുമാസം ആൻഡ്രോസും ചായ കുടിക്കാണ് ഗായ്സ്. ഇന്ന് വരെ നേരം വൈകിട്ട് ചോറിൻ്റെ തോന്നുന്നു. എന്തുകൊണ്ടാണ് നേരം വൈകി ചോറിനുള്ള കാരണം അമ്മയിൽ നിന്ന് കേൾക്കാം. പള്ളിയിൽ നിന്ന് വന്നോണ്ട് ചോറ് ദോശ കഴിച്ചു. അത് കഴിഞ്ഞ് ടി വി വെച്ചുല്ലോ. സ്വാഭാവികം. 3 മണിക്ക് ടി വി നിർത്താൻ പറഞ്ഞു. 3 മണി വരെ കളിച്ചൂല. എന്നിട്ട് ടി വി കണ്ടിട്ടില്ലേ അവള്? ടി വി നിർത്താൻ പറഞ്ഞപ്പോ അവർക്ക് പെട്ടെന്ന് വിശന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചോറുണ്ടോന്ന് പറഞ്ഞു. 3 മണിക്കാണ് ഗൈസ് ചോറുണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചായ കൂടി എത്ര മണിക്ക് എത്തി? 6 മണിക്ക് എത്തി ഗൈസ്. ഇപ്പോഴും നിർബന്ധപ്രകാരം കഴിക്കണ പോലെ കഴിക്കണം. ഇല്ല അവന് വേണ്ടായിരുന്നുണ്ടോ? നാളെ അവന് ഉണ്ടാക്കി കൊടുക്കണ്ട. അവൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ചായ കുടിച്ചേ.
എനിക്കിഷ്ടാ. ആ ചായ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചോറൊന്നും ഇഷ്ടമില്ലാത്ത ആൻഡ്രോസ് അങ്ങോട്ട് പോണേ. ചായ അങ്ങോട്ട് പോണ്ട. അമ്മ അമ്മമ്മയുടെ റൂമിൽ പോകണ്ട. ചായ ഇങ്ങോട്ട് പോരെ. ആ കിടക്കയില് പോയി കഴിഞ്ഞാണ്ടല്ലോ ഉറുമ്പ് വന്നിട്ട് തോൽക്കും. ആ പറയൂ ഗൈസ്, ടാറ്റയാ. വിശേഷം പറയേ. ഇന്ന് മുഴുവൻ ടി വി കാണലായിരുന്നു. നമ്മുടെ ടിവിയിലല്ല കമ്പ്യൂട്ടറിൽ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? മാരിയോ ബ്രോസ് ഗെയിമുണ്ട് കളിക്കേറ്റിട്ടുണ്ട്. അത് കളിക്കലായിരുന്നു അവരുടെ പണി അല്ലേ. കുറേ നേരം കളിച്ചില്ലേ. പള്ളിയിൽ നിന്ന് വന്നിട്ട് 3 മണി വരെ കളിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറേ നേരം കളിച്ചിട്ടില്ല അത്ര. നോക്കൂ പ്രിയ ശ്രോതാക്കളെ, അലിൻ റോസിന്റെ അഭിനയം. ഓസ്കാർ മിസ്സായത് സിനിമയിൽ അഭിനയിക്കാത്ത കാരണം. ഓസ്കാറിന്റെ അഭിനയം ചാൻസ് ആണെങ്കിൽ അലിൻ റോസ് ഫിലിമിൽ അഭിനയിക്കുന്നതാണ് ഗൈസ്. പ്രൊഡ്യൂസറിന് ധൈര്യം ഉണ്ടോ നോക്കട്ടെ. വാവ്. അപ്പോൾ ഇനി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മറിക്കൂടിലേക്ക് പോവാണ് ഗൈസ്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ താമസം കൂടിലേക്ക് മാറ്റാണ് ഗൈസ്. അലിൻ റോസിന്റെ കോൺഫറൻസ് കണ്ടോ? വീടിനെ കൂടിലാക്കി മാറ്റും. നല്ല ചമ്മയാണ് ഗൈസ്. വാവ്, DTS ചമ്മ. ഇതിനർത്ഥം എന്താ? അലിൻ റോസിന്റെ നീരുവീഴ്ച മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വാവ്. ആൻഡ്രോസിന്റെ ആദ്യ പഠിപ്പാ. ബുക്ക് കൊണ്ടായിട്ട് മറിച്ച് നോക്കും, തിരിച്ചു കൊണ്ടേക്കും. TV നിർത്തിയാൽ പിന്നെ ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ പറഞ്ഞു. എപ്പോഴും TV ഇരിക്കേണ്ട വെച്ചിട്ട്. അപ്പം ചെയ്യുന്ന പണിയാണ്. ബുക്ക് എടുത്തിട്ട് 2 പറവറയ്ക്കും, എടുത്തു വയ്ക്കും. ഇന്ന് എന്തിട്ട് പരിപാടിയൊന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും TV ഓണായി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുമ്പിലിരിക്കും. അല്ല ഗൈസ്, ഇന്നലെ മുഴുവൻ TVയുടെ മുമ്പിലായിരുന്നു അല്ല. വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. കുളിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ TV കാണും ഗൈസ്. ഇന്നലെ ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടാണ്. തൃശ്ശൂർ പോയിണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ സ്റ്റാറും കാര്യങ്ങളും അതിന് വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. സ്റ്റാറുകളുടെയും കാര്യങ്ങളിലൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ആ പുത്തമ്പള്ളിയുടെ വഴി കൂടെ തലങ്ങും വിലങ്ങും നടന്നു ഗൈസ്. തലങ്ങും വിലങ്ങും നിറച്ച് ലൈറ്റും സ്റ്റാറുകളൊക്കെ ആയിരുന്നു. ഞങ്ങളതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അധികം വൈകാതെ ഞങ്ങൾ വീഡിയോ ആയിട്ട് വരും ഗൈസ്. ആൻഡ്രോസ് നല്ല സപ്പോർട്ടിങ് ആണ് അമ്മേനെ. കണ്ടോ അവളുടെ പപ്സ് തിന്നുന്നത്? അമ്മയുടെ പപ്സ് തിന്നു കൊടുക്കണ കാരണം അമ്മ പാത്രം മേടിച്ചു കൊടുത്തിരിക്കുകയാണ് ഗൈസ്. അമ്മേനെ അടിച്ചൊരു തുടക്കണം ഗൈസ്. അത് വിചാരിച്ചിട്ട് അമ്മ കഷ്ടപ്പെട്ട് പാത്രം പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അവൾക്ക് പപ്സ് പിടിക്കാനുള്ള കൈ മാത്രമേ ഉള്ളൂ, മറ്റേ കൈ സപ്പോർട്ടിങ് ആയിട്ട് വറുത്ത പിടിച്ചിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഈവനിങ് ബ്ലോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പറഞ്ഞോ. എനിക്ക് ക്രാഫ്റ്റിനൊക്കെ പശയെടുക്കാനും അങ്ങനെ ഒക്കെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെടുക്കാനുള്ള കയ്യാ. ഈ കൈ വേറെ ഒന്നും ഉപയോഗിക്കില്ല ഗൈസ്. ക്രാഫ്റ്റിന്റെ പശ എടുക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ, വേറെ ഒന്നിനും ആക്കാൻ പറ്റില്ല. എങ്ങാനും പപ്സ് പിടിച്ചിട്ട് ചെളിയായാലോ. പിന്നെ വലത് കൈയിലായതുകൊണ്ട് കുഴപ്പമില്ലാട്ടോ ഗൈസ്, അത് കഴുകാലോ. ഇടത് കൈ അങ്ങനെ പറ്റില്ലേ. ഓരോ ന്യായങ്ങൾ കുട്ടി പറയുന്ന വലിയ കാര്യമാണ് മാത്രം കുട്ടി പറയുള്ളൂ. ആ രഹസ്യം എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അമ്മയുടെ തൊലി ഒരിഞ്ഞു പോയാലേ ഗൈസ്. അമ്മ കുറെ ശ്രമിച്ചു നോക്കി അത് പറയാണ്ടിരിക്കാൻ. പറഞ്ഞു വന്നപ്പോ അമ്മ വിചാരിച്ചതല്ല. മനസ്സിലായ കാര്യം ശരിക്കും. അപ്പൊ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് നമുക്ക് ഇവിടെ അവസാനിക്കും ഗൈസ്. ആൻഡ്രോസ് പപ്സ് തിന്ന് തീർക്കുന്നതോടുകൂടെ ഞങ്ങളുടെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കാന്ന് ഗൈസ്. ബൈ. ആൻഡ്രോസിന്റെ പാട്ട് ഇഷ്ടമായി പറഞ്ഞോളേ.